يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഒരു വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹാ കളക്ഷൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിത്തുപാകുവാൻ ശ്രമിച്ച ഫാഷിസത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും ക്രിസംഖ്യകളുടെയുമൊക്കെ ശ്രമഫലങ്ങൾ പരാജയപ്പെടുത്തിയ ഒരു കൂട്ടായ്മയുടെ ഉദാഹരണമായിരുന്നു നാം 34 കോടിയിൽ മലയാളികൾ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ജയിലിൽ കടന്നു വധശിക്ഷയ്ക്ക് കാത്തു കഴിയുന്ന ആ സഹോദരൻ്റെ സഹായത്തിന് വേണ്ടി കേരളക്കര ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിച്ചത്. ഇവിടെ പരാജയപ്പെട്ടത് അനൈക്യം സൃഷ്ടിക്കുവാൻ, രാജ്യത്തിൻ്റെ ആർദ്രതയെയും സഹവർത്തിത്വത്തെയും കളങ്കപ്പെടുത്തുവാൻ, നാട്ടുകാരെ എപ്പോഴും തമ്മിലടിപ്പിക്കുന്ന ചെന്നായ്ക്കളെ പോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഫാഷിസത്തിൻ്റെ മുൾമുനയാണ് മലയാളികൾ ഒടിച്ച് കയ്യിൽ കൊടുത്തത്. അവിടെ ഇസ്ലാമിക ശരീഅത്തിനെയും സൗദി അറേബ്യയും പ്രതിക്കൂട്ടിൽ നിർത്തുവാനായി ഒരു വിഭാഗം പരിശ്രമിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആ ഒരു തെളിവുകൾ ഒരിക്കലും സൗദി അറേബ്യ അത് പ്രതിനിധാനം ചെയ്യുന്ന ശരീഅത്ത് നിയമത്തിൽ ഒരിക്കലും ഒരു സ്ഖലിതം പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അബ്ദുറഹീം എന്ന് പറയുന്ന ആ സഹോദരനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ജഡ്ജിക്ക് അല്ലെങ്കിൽ ആ കോടതിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ വാർത്തകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ഇന്നത്തെ ഒരു വിഷയമല്ല. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ ഇനി ഒരു ഖുതുബ അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീഅത്ത് പ്രായോഗികമോ കാലഘട്ടം ആവശ്യപ്പെടുന്നതോ എന്നുള്ള വിഷയത്തിൽ നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ സംസാരിക്കാം. ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആർദ്രതയെയും നീതിയെയും സഹവർത്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന സംഘപരിവാറുകൾക്കുള്ള ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ്. എന്താണ് ഇസ്ലാം ഇവിടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും അനീതിക്കെതിരെ പോരാടുവാനും കൃത്യമായി നമ്മെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഘടകം എന്താണ്? നോക്കൂ, വിശുദ്ധ ഖുർആൻ അതിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ കൃത്യമായി ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആയാൽ പോലും, ഒരു രാജ്യം ഭരിക്കുന്നത് ഒരു ഇസ്ലാമിക ശരീഅത്ത് ഉൾക്കൊള്ളുന്ന രാജ്യമായാൽ പോലും അവർ എങ്ങനെയാണ് നീതി നടപ്പിൽ വരുത്തേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകണം. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. ഒരു ജനതയോടുള്ള അമർഷം നീതി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുന്നവരായി മാറണം വിശ്വാസികളെ. ഹുവ അഖ്റബു ലിത്തഖ്വാ. നീതി പാലിക്കുക എന്നുള്ളതാണ്
അള്ളാഹുമായിട്ടുള്ള തഖ്വയിൽ, സൂക്ഷ്മതയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ഈ വിഷയം ഇസ്ലാം വെറുതെ പറഞ്ഞു പോവുകയല്ല. നിങ്ങൾ നീതി ചെയ്യണം, നീതിക്ക് വേണ്ടി ഒരു ജൂതനാണ് നീതിയുടെ ആൾക്കാരെങ്കിൽ അവന് വേണ്ടി നീതി നടപ്പിൽ വരുത്തണം എന്നൊക്കെ ഒരു വാചോപാഠം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമോ പറയുക മാത്രമല്ല ചെയ്തത്, അത് നടപ്പിൽ വരുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അത് നടപ്പിൽ വരുത്തുന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ നീതി എന്നുള്ള മൂർത്തിഭാവം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തുഅമത്ത് ഇബ്നു ഉവൈരിഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബിയാകട്ടെ അൻസാരിയിൽ പ്രമുഖനാണ്. ഒരു പടയങ്കി മോഷണം നടത്തി. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടി പ്രവാചകൻ ഉത്തരവിട്ടു. ഈ സ്വഹാബിയെ പിടിക്കപ്പെടും എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ സ്വഹാബി പ്രവാചകന്റെ ഈ അനുയായി എന്ത് ചെയ്തു? ഒരു ജൂതന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. അന്വേഷണം ആ ജൂതന്റെ വീട്ടിലുമെത്തി. ആ മോഷണം നടത്തപ്പെട്ട അല്ലെങ്കിൽ ആ സാധനം ആ ജൂതന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഖാളി. ആ ജൂതനെതിരെ നീതി നടപ്പിൽ വരുത്തുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. ജൂതൻ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഞാനല്ല ഈ മോഷണം നടത്തിയത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ എൻ്റെ വീടിൻ്റെ പറമ്പിൽ എടുത്തെറിഞ്ഞതാണ്. ഇത് ഞാൻ ചെയ്തതല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കുവാൻ കൂട്ടാക്കുന്നില്ല. സ്വഹാബികൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മോഷണം നടത്തപ്പെട്ട ഈ സാധനം കണ്ടുകിട്ടിയിരിക്കുന്നത് ജൂതന്റെ അടുക്കൽ നിന്നാണ്, അവന്റെ വീടിനുള്ളിൽ നിന്നാണ്. ജൂതനാകട്ടെ ഇസ്ലാമിനും മുസ്ലിങ്ങളോടും ശക്തമായി വിയോജിപ്പുള്ളയാളാണ്, വെറുപ്പുള്ളയാളാണ്. അതുകൊണ്ട് ജൂതനെതിരെ നീതി നടപ്പിലാക്കണം, ശിക്ഷ പുറപ്പെടുപ്പിക്കണം റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയില്ല. ജൂതൻ വന്നു പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള അദൃശ്യമായ കഴിവ് അള്ളാഹുവിന്റെ റസൂലിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജൂതൻ പറഞ്ഞതിനെ അവിശ്വസിച്ചു. ജൂതനെതിരെ നിയമം നടപ്പിലാക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ശക്തമായ താക്കീത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസാ അതിലെ 104 ആയത്ത് മുതൽ 115 ആയത്ത് വരെയുള്ള 10-11 ആയത്തുകൾ ജൂതന്റെ നീതിക്ക് വേണ്ടി കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നത് ലോകത്തെ കേൾപ്പിച്ചതാണ് പ്രപഞ്ചത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തത്. പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, വലാ തകുല്ലിൽ ഖായിനീന ഖസീമാ, പ്രവാചക, അനീതി ചെയ്ത ആത്മവഞ്ചകർക്ക് വേണ്ടി നീ വാദിക്കരുത്. വഞ്ചകരാണിവർ. ആരെക്കുറിച്ചാ? സ്വഹാബികളിൽപ്പെട്ടയാളെക്കുറിച്ച് അള്ളാഹുവിന്റെ കലാമിലെ പ്രഖ്യാപനമാണ്. ആത്മവഞ്ചകർക്ക് വേണ്ടി നീ വാദിക്കരുത് പ്രവാചക. നീ ഇസ്തിഗ്ഫാർ ചെയ്യണം. നീ ചെയ്തത് തെറ്റായിപ്പോയി. ജൂതൻ നീതിയോടുകൂടി താങ്കളുടെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടും അങ്ങ് വിശ്വസിച്ചില്ല. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. സ്വന്തത്തോട് വഞ്ചന നടത്തിയ ആൾക്കാരുമായി നീ തർക്കിക്കരുത് റസൂലേ. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരോട് ഓതി കേൾപ്പിക്കുന്നതാണ് ലോകം കണ്ടത്. നീതി ജൂതന്റെ പക്ഷമാണ് എങ്കിലും അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ നീതിമാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ബഹുസ്വരതയുടെ നേതാവായിരുന്നു. ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം,
ഒരു രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിംകളല്ലാത്തവരുമായി എങ്ങനെ പെരുമാറണം എന്ന നീതി പ്രഖ്യാപിച്ച പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുസ്വരതയുടെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്നു നമ്മുടെ നേതാവ്. ഏറ്റവും വലിയ ശത്രുവായ ജൂതനെയായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകരുടെ വഴികാട്ടിയായി അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ജൂതനെയായിരുന്നു പ്രവാചകൻ സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, ഇസ്ലാമിന്റെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ മാതൃകയാണ് നാം ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ജൂതൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, മുസ്ലിംകളോട് ഏറ്റവും വെറുപ്പുള്ളയാളാണ്. എന്നിട്ട് പോലും വഴികാട്ടിയായി പ്രവാചകൻ സ്വീകരിച്ചത് ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യനെയാണ് എങ്കിൽ വിശ്വാസികളെ, നമുക്ക് മുസ്ലിം അല്ല എന്നുള്ള കാരണം കൊണ്ട് സഹവർത്തിത്വം നടപ്പിൽ വരുത്താതിരിക്കുവാൻ ന്യായമില്ല. സ്നേഹത്തോടുകൂടി കഴിയുക. നമുക്കറിയാമല്ലോ, പ്രവാചകരുടെ മരണസമയത്ത് പോലും അള്ളാന്റെ റസൂലിന്റെ പടയെങ്കിൽ ജൂതന്റെ അടുക്കൽ പണയം വെച്ചത് ചരിത്ര പ്രസിദ്ധമാണ്. സഹവർത്തിത്വവും സാഹോദര്യവും ബഹുസ്വരതയുമില്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ അങ്ങനെ ഒരു കാര്യത്തിന് മുതിരുമോ? സഹോദരങ്ങളെ, അല്ലാഹു തആല ആദരിച്ചവരാണ് മനുഷ്യർ. മുസ്ലിംകളെ മാത്രമല്ല, പ്രപഞ്ച സൃഷ്ടാവ്, ലോകത്തിന്റെ ഉടയ തമ്പുരാൻ മനുഷ്യരെ മുഴുവൻ ബഹുമാനിച്ചിരിക്കുന്നുവെന്നാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് മുസ്ലിംകളല്ലാത്തവർക്ക് നമുക്ക് ബഹുമാനിച്ചുകൂടാ? വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ, മതമുള്ളവനെയും മതമില്ലാത്തവനെയും മനുഷ്യരായ എല്ലാ സമൂഹത്തെയും അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ 70-ാമത്തെ ആയത്ത്. തീർന്നില്ല, ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിച്ചവനാണ് അല്ലാഹു തആല. അത് മുസ്ലിംകൾക്ക് മാത്രമുള്ള പരിഗണനയല്ല, മനുഷ്യരായ എല്ലാവർക്കും അല്ലാഹു തആല നൽകിയ കാരുണ്യമാണ്. വറസഖനാഹും മിനത് തയ്യിബാത്ത്, നല്ലതിൽ നിന്നും നല്ല റിസ്കുകളെ തീറ്റിപ്പിച്ചവനാണ് മനുഷ്യരെ. അത് മുസ്ലിംകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യരെയും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ, നാം പടച്ച പലരെ കൊണ്ടും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകിയെന്നാണ്. അല്ലാഹു തആല പടച്ച ഒരുപാട് സൃഷ്ടികൾ ഈ ലോകത്തുണ്ട്, കാണുന്നതും കാണാത്തതുമായ. അവരെക്കാളും എല്ലാം മേലെ മനുഷ്യരെ അല്ലാഹു തആല ശ്രേഷ്ഠവാന്മാരാക്കിയെന്നാണ്. മുസ്ലിംകളെ മാത്രമല്ല, മനുഷ്യരായിട്ടുള്ള എല്ലാവരെയും അല്ലാഹു തആല ശ്രേഷ്ഠവാന്മാരാക്കിയെന്ന് വിശുദ്ധ ഖുർആൻ. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ ആർദ്രതയാണ് മനുഷ്യരോടുള്ള ആ ബഹുമാനത്തിന്റെ അളവുകോലാണ്. മനുഷ്യനാണോ അവൻ ബഹുമാനിക്കപ്പെടണമെന്നാണ്. മുസ്ലിംകളായതുകൊണ്ട് മാത്രമാകരുത് അവരോടുള്ള സ്നേഹം. മനുഷ്യരാണെങ്കിൽ സ്നേഹം വേണം, അഗതികളെ മാനിക്കണം, അവരെ ആദരിക്കണം. നോക്കൂ, നമുക്കറിയുമല്ലോ ചരിത്രം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹയി ലഭിച്ചതിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് സമ്മലൂനി, പുതപ്പിട്ട് മൂടു ഖദീജ, വല്ലാതെ ഞാൻ ഭയപ്പെടുകയാണ് എന്ന് ആ പ്രവാചകർ ഖദീജയോട് പറയുമ്പോഴേക്കും മഹദി ഉമ്മയുടെ മറുപടി എന്തായിരുന്നു? അബ്ശിർ, നീ സന്തോഷിക്കുക മുഹമ്മദേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്നെ അല്ലാഹു തആല നിന്ദിക്കുകയില്ല, കൈവിടില്ല മുഹമ്മദേ. കാരണം നീ കുടുംബ ബന്ധം പോറ്റുന്നയാളാണ്. അഗതികളെ സൽക്കരിക്കുന്നയാളാണ് താങ്കൾ, നിരാലംബരുടെ ഭാരം ചുമക്കുന്നയാളാണ് താങ്കൾ. അന്ന് മുസ്ലിംകളൊന്നുമില്ലല്ലോ. പ്രവാചകൻ ഇത് ചെയ്യണമെങ്കിൽ ആരോടായിരിക്കണം? അന്ന് പരസ്യമായ ഒരു പ്രബോധനം പോലും ഇല്ല, ആരും മുസ്ലിംകളായിട്ടില്ല. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കമന്റ് എന്താണ്? നിരാലംബരുടെ ഭാരം ചുമക്കുന്ന പ്രവാചക, അങ്ങയെ അല്ലാഹു തആല നിന്ദിക്കുകയില്ല. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അഗതികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നയാളാണ് താങ്കൾ. സുബ്ഹാനല്ലാഹ്. മുസ്ലിംകളല്ലാത്തവരോടുള്ള ആ ഒരു കൃത്യമായ നിലപാടാണ് പ്രവാചകർക്കുള്ളത്. അവിടെ മുസ്ലിംകൾക്ക് മാത്രമല്ല നീതിക്ക് വേണ്ടി ശബ്ദിക്കണമെന്ന് പറഞ്ഞത്. അഗതികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളത് മുസ്ലിംകൾക്ക് മാത്രമല്ല,
മുസ്ലിംകളല്ലാത്തവർക്കും മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നീതി നടപ്പിലാക്കുകയും അവരുടെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയും അവരുടെ ഭാരങ്ങൾ ചുമക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ നേതാവായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ മറുപടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിട്ടുകൊണ്ട് പോകുമ്പോൾ ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് എവിടേക്കാ? ഞാൻ നാട് വിട്ടു പോവുകയാണ്. എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. മുസ്ലിമല്ലാത്ത ഇബ്നു ദുഗ്ന ഇതേ വാക്കുകൾ ഉച്ചരിക്കുകയാണ്, അബൂബക്കർ നിങ്ങൾ നാട് വിട്ടു പോകേണ്ടവരല്ല, നിങ്ങൾ അഗതികളെ സംരക്ഷിക്കുന്നയാളാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാളാണ്, പാവപ്പെട്ടവരുടെ ഭാരം ചുമക്കുന്നയാളാണ്, നിങ്ങൾ തിരിച്ചു പോവുക നിങ്ങളുടെ നാട്ടിലേക്ക് എന്ന് ഇബ്നു ദുഗ്ന മുസ്ലിം അല്ലാത്ത ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയണമെങ്കിൽ ഇസ്ലാമിന്റെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് ഈ രണ്ട് നേതാക്കന്മാരിൽ കൂടിയും ചരിത്രത്തിൽ നാം വായിക്കുന്നത്. സഹോദരങ്ങളെ, ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുകയാണ്, മുശ്രിക്കുകളുടെ കൊടിയ മർദ്ദനം സഹിക്കവയ്യാതെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദു അലൽ മുശ്രിക്കീൻ, പ്രവാചക മുശ്രിക്കീങ്ങൾക്കെതിരെ അങ്ങൊന്ന് പ്രാർത്ഥിക്കുക, റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക. കാരുണ്യത്തിന്റെ മൂർത്തിഭാവമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്നീ ലം ഉബഅത് ലഅനാ, ശപിക്കുവാനായിട്ടല്ല അല്ലാഹു തആല എന്നെ നിയോഗിച്ചത്, വഇന്നമാ ബുഇദതു റഹ്മതൻ, കാരുണ്യവാനായിട്ടാണ് എന്നെ റബ്ബ് തആല നിയോഗിച്ചത് എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മല്ലാ യർഹമുൻ നാസ്, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് ലാ യർഹമുല്ലാഹ്, അല്ലാഹ് കാരുണ്യം ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹ്. മല്ലാ യർഹമുൽ മുസ്ലിം എന്നല്ല, മല്ലാ യർഹമുൻ നാസ്, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യുകയില്ല. യർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, ആകാശത്തുള്ള പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് വിശ്വാസികളെ ഇസ്ലാമിന്റെ കാരുണ്യം. ഇന്നത്തെ സംഖ്യകളും ക്രിസംഖ്യകളും സംഘപരിവാരും പറയുന്നത് പോലെ അല്ല ഇസ്ലാമിന്റെ വിശാലമായ താല്പര്യം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ മൂർത്തിഭാവമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ ജീവിതത്തിലെ ചില അടയാളപ്പെടുത്തലുകളാണ് വിശ്വാസികളെ നാം ഇന്നത്തെ ഖുതുബയിൽ കൂടി കേൾക്കുന്നത്. ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മുസ്ലിം അല്ലാത്തതിന്റെ പേരിൽ അവരുമായിട്ട് നാം ശണ്ട കൂടണോ? അവരുമായിട്ട് നാം വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ അനൈക്യത്തിൽ അല്ലെങ്കിൽ അവനെ എന്താ പറയുക സ്നേഹമില്ലാത്ത ആൾക്കാരായിട്ട് അവിശ്വാസികളുമായിട്ട് കഴിയണമോ? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്തുൽ മുംതഹിന 60-ാമത്തെ അധ്യായം 8-ാമത്തെ ആയത്തിൽ കൃത്യമായി അതിനുള്ള മറുപടിയുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം? ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹ് വിരോധിക്കുന്നില്ല. പടച്ചവന്റെ ആയത്താണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വല്ലാത്തൊരു ആയത്താണ് സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ ആയത്താണ്. അല്ലാഹ് നിങ്ങളോട് വിരോധിക്കുന്നില്ല. മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ആട്ടിപ്പായിപ്പിക്കാത്തവർ, അവരോട് നിങ്ങൾ സഹിഷ്ണുത കാണിക്കണം, നിങ്ങൾ നീതി കാണിക്കണം, നിങ്ങൾ സഹവർത്തത്തോടുകൂടി പെരുമാറണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അത്തരക്കാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണ്. ആരോട്? നമ്മോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത ജോസഫിനോടും മാധവനോടും അത്തരക്കാരോട് നീതി ചെയ്യുവാനും സ്നേഹത്തോടുകൂടി കഴിയുവാനും അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവർക്ക് രോഗം വന്നാൽ സന്ദർശിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ സകാത്തിന്റെ അവകാശം പോലും അവരിൽപ്പെട്ട ചിലർക്ക് ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഫിത്ർ സകാത്ത് പോലും അവരിൽപ്പെട്ട ചിലർക്ക് കൊടുക്കണമെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. 2 പ്രാവശ്യം തന്റെ വീട്ടുകാരോട് പറയുകയാണ്, അഹദൈതും ലിജാരിനൽ യഹൂദ്
അഹദൈതും ലിജാരിനൽ യഹൂദ്, അയൽപക്കത്തുള്ള യഹൂദിക്ക് നീ മാംസം കൊടുത്തുവോ? ആരാ ചോദിക്കുന്നത്? അള്ളാന്റെ റസൂലിൽ നിന്നും നേരിട്ട് ദീൻ മനസ്സിലാക്കിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് വീട്ടുകാരോട് 2 പ്രാവശ്യം, അഹദൈതും ലിജാരിനൽ യഹൂദ്, അയൽപക്കത്തുള്ള യഹൂദിക്ക് നീ മാംസം കൊടുത്തുവോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയൽപക്കത്തുള്ള ആ ഒരു മനുഷ്യൻ മുസ്ലിം അല്ല എങ്കിൽ പോലും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവരുമായി കഴിയണമെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്തരം വിശാല മനസ്കതയുള്ള ദീനുൽ ഇസ്ലാമിനെ നോക്കിക്കൊണ്ടാണ് ഈ സംഖ്യകൾ പറയുന്നത് സ്നേഹമില്ലാത്ത മതമാണ്, കാരുണ്യമില്ലാത്ത മതമാണ്, നാം അവജ്ഞതയോടെ തള്ളിക്കളയുകയാണ്. നീതി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ലോകത്തുദയം ചെയ്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളെ നാം മനസ്സിലാക്കി അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നീതി എന്താണെന്ന്. ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കുവാനായിട്ട് ആർക്കും അവകാശമുണ്ട്, അടിച്ചേൽപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധം ചെലുത്തരുത്. ചില സ്വഹാബികളുടെ മക്കൾ ക്രിസ്ത്യാനിയായത് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കാണാം, അഥവാ തഫ്സീറിൽ കാണാം. മക്കളോട് പറയുകയാണ്, നീ ഇസ്ലാം മതത്തിൽ വരാതെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. അപ്പോഴേക്കും അള്ളാഹുവിന്റെ കലാമിലെ ആയത്താണ് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരം പാടില്ല, സത്യവും അസത്യവും വേറിട്ടിരിക്കുകയാണ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നുള്ള വിശാല മനസ്കത വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് സ്വഹാബാക്കളെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിചാരകൻ ഒരു യഹൂദിയായ യുവാവായിരുന്നുവെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കാന ഗുലാമുൻ യഹൂദിയ്യുൻ യഖ്ദമുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ ആ ജോലിക്കാരൻ ഖാദിമ് യഹൂദിയായ ഒരു ബാലനായിരുന്നുവെന്ന് സ്വഹീഹുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വ്യക്തിശുദ്ധിയുടെയും സ്വഭാവ മഹിമയുടെയും ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്ന ഓരോ വിശ്വാസിയുടെയും അടയാളപ്പെടുത്തലുകളായിരിക്കണം വിശ്വാസികളെ. വർഗീയതയുടെ ചിന്തയല്ല, വെറുപ്പിന്റെ ചിന്തയല്ല, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചന്തകൾ തുടങ്ങുവാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഏറ്റവും നന്മ കൊണ്ട് തിന്മയെ നിങ്ങൾ നേരിടണം, എങ്കിലോ ഏറ്റവും വലിയ ശത്രു പോലും മിത്രമായി പ്രവാചക താങ്കൾക്ക് കാണാം. അങ്ങനെ പഠിപ്പിച്ച മതമാണ്. തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാനല്ല വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിടണം. ലോകത്ത് ഇന്നും എത്രയോ മുസ്ലിംകളല്ലാത്തവർ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ലോകത്ത് അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തിലേക്ക് ഇന്നും കഴിഞ്ഞ ആഴ്ച പോലും പത്രങ്ങളിൽ കണ്ടതാണ്. സംഗീതജ്ഞന്മാർ, ഏറ്റവും വലിയ പോപ്പ് സംഗീതജ്ഞന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് വാളുകൊണ്ടും വെറുപ്പ് കൊണ്ടുമല്ല, സ്നേഹത്തിന്റെ മതമായതുകൊണ്ടാണ്, സൗഹാർദ്ദത്തിന്റെ ആദർശമായതുകൊണ്ടാണ് അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിന്റെ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഉയർത്തിപ്പിടിക്കാം സ്നേഹത്തിന്റെ ചന്തകൾ, വെറുപ്പിന്റെ ചന്തകളല്ല. അതാണ് നാം ഈ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന വിട്ടുവീഴ്ചയുള്ള പ്രവാചകനെയാണ് നാം ചരിത്രത്തിൽ നിന്നും വായിക്കുന്നത്. ഇസ്ലാമിനെയും മുസ്ലിംകളെയും മോശപ്പെടുത്തി വളരെ ഭത്സിച്ച ഒരു വ്യക്തിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ. പിന്നീട് റളിയല്ലാഹു അൻഹു മുസ്ലിംകളെ കൊല്ലുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. സയ്യിദു അഹ്ലുൽ യമാമ എന്നറിയപ്പെട്ട ഒരു മനുഷ്യൻ, യമാമ അഹ്ലുകാരുടെ നേതാവ്. പ്രവാചകർ ഉത്തരവിട്ടു, സുമാമയെ പിടിച്ചുകൊണ്ടുവരണം. പള്ളിയിൽ ബന്ധനസ്ഥനാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഇവന്റെ തല കൊയ്ത് കളയട്ടെയോ? നമ്മെ അത്രയ്ക്കും മോശപ്പെടുത്തിയവനാണ്. അള്ളാന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട. എന്താണ് സുമാമ നിന്റെ മറുപടി? ഇല്ല മുഹമ്മദേ, ഇല്ല, നിന്നോടുള്ള വെറുപ്പ് എനിക്ക് തീർന്നിട്ടില്ല. രണ്ടാമത്തെ ദിവസം വന്നുകൊണ്ട് ചോദിച്ചു, അതേ മറുപടി. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, അതേ മറുപടി. ഇസ്ലാമിനോടും പ്രവാചകരോടും അനുയായികളോടും ഇത്രയും ക്രൂരമായി നേരിട്ട് കണ്ട ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുകയാണ്, അത്ലഖൂ സുമാമ,
സുമാമയെ മോചിപ്പിക്കൂ. സ്വഹാബകൾ സ്തബ്ധരായി പോയി എന്നാണ്. മോചിപ്പിക്കുവാൻ റസൂലെ, ഈ ശത്രുവിനെ കയ്യിൽ കിട്ടിയിട്ടും സ്വതന്ത്രനാക്കുവാനാണോ അങ്ങ് പറയുന്നത്? അതെ, അത്ലുഖു സുമാമ, മോചിപ്പിക്കുക അവനെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കണ്ട മഹാനായ സുമാമത്ത് ബിനു ഉസാൽ മസ്ജിദുൻ നബവിയുടെ കുറെ ദൂരം ചെന്നുകൊണ്ട് കുളിച്ച് ശുദ്ധിയാക്കിക്കൊണ്ട് പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യാ മുഹമ്മദ്, വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. മുഹമ്മദേ, ഈ ഭൂമുഖത്ത് നിന്റെ മുഖത്തെ പോലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മുഖം എനിക്ക് വേറെ ഉണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹ് കുല്ലഹാ ഇലയ്യ. ഇദാ മുഹമ്മദേ, നിന്റെ മുഖത്തെക്കാളും ഏറ്റവും ഒരു മുഖം എനിക്ക് വേറെയില്ല മുഹമ്മദേ. ഭൂമിയിൽ ഏറ്റവും നല്ല മുഖം മുഹമ്മദേ, നിന്റെ മുഖമാണ് മുഹമ്മദേ എന്ന് പറയുന്ന സുമാമത്ത് ബിൻ ഉസാൽ. വല്ലാഹി മുഹമ്മദേ, ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ നീ കൊണ്ടുവന്ന മതമല്ലാതെ നീ കൊണ്ടുവന്ന മതത്തെ ഇത്രയും വെറുപ്പോടുകൂടി ഞാൻ കണ്ടു. ഏറ്റവും വലിയ വെറുപ്പ് നീ കൊണ്ടുവന്ന ഈ മതത്തെയാണ്. ഇന്നിതാ ദുനിയാവിലെ ഏറ്റവും ഉത്തമമായ മതം മുഹമ്മദേ, നീ പ്രബോധനം ചെയ്യുന്ന മതമാണ്. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക്. മുഹമ്മദേ, ദുനിയാവിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് മദീനയായിരുന്നുവെങ്കിൽ ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി കുല്ലഹാ ഇലയ്യ. ഇന്നിതാ ഞാൻ പ്രഖ്യാപിക്കുന്നു മുഹമ്മദേ, ദുനിയാവിൽ ഏറ്റവും നല്ല പട്ടണം ഈ മദീന പട്ടണമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം വിശ്വാസികളെ പ്രവാചകരുടെ വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളപ്പെടുത്തലുകളാണ് എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. വർഗീയതയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇസ്ലാം. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യത്തിൻ, കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യത്തിൻ, അതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി, കക്ഷിത്വത്തിന് വേണ്ടി, വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യത്തിൻ, വർഗീയതയ്ക്ക് വേണ്ടി, കക്ഷിത്വത്തിന് വേണ്ടി മരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ ജാഹിലിയത്തിലാണ് മരിക്കുന്നത് എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വർഗീയത? ലോകത്ത് വർഗീയതയുടെ കൃത്യമായിട്ടുള്ള മറുപടി പഠിപ്പിച്ച മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ് മൽ അസബിയ്യ, എന്താണ് വിദ്വേഷം, എന്താണ് വർഗീയത, കക്ഷിത്വം എന്ന് വെച്ചാൽ എന്താണ് റസൂലേ? അള്ളാന്റെ റസൂൽ പറയുകയാണ്, അൻ തുഈന ഖൗമക അല ദുൽമ്, നിന്റെ സമുദായം, നിന്റെ വിഭാഗം അന്യായം ചെയ്യുന്നുവെങ്കിൽ അവനെ സഹായിക്കലാണ് ഏറ്റവും വലിയ വർഗീയത. എൻ്റെ ആളാണ്, എൻ്റെ സംഘടനക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്, അവൻ ചെയ്തതേതായാലും തെറ്റാവുകയില്ല, അവൻ ചെയ്താൽ തെറ്റാവുകയില്ല എന്ന് പറയുന്നവൻ അവൻ കക്ഷിത്വത്തിന്റെ ആളാണ്. അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയിലും പുണ്യത്തിലും സഹകരിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, മനുഷ്യനാണെങ്കിൽ തഖ്വയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. തെറ്റിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അത് മുസ്ലിം ആണെങ്കിൽ പോലും. മുസ്ലിം അല്ല എങ്കിൽ നന്മയിലും സഹവർത്തിത്വത്തിലും നിങ്ങൾ സഹകരിക്കുക. തിന്മയിലും വിദ്വേഷത്തിലും നിങ്ങൾ മുസ്ലിമാണെങ്കിൽ പോലും പരസ്പരം സഹകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. എത്രത്തോളം ഇസ്ലാമിന്റെ വിശാല മനസ്കത, കണിശമായ തൗഹീദ് പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം. അവിടെ പോലും മതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന കക്ഷികളാകട്ടെ, ഏതെങ്കിലും വസ്തുക്കളാകട്ടെ, ചീത്ത പറഞ്ഞു പോകരുത്. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, സൂറത്തു അൻആമിലെ 108-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ കൂടാതെ പ്രാർത്ഥിക്കുന്ന ഏത് ശക്തിയാകട്ടെ, ഏത് ജാറമാകട്ടെ, ഏത് വലിയാകട്ടെ, ഏത് വിഗ്രഹമാകട്ടെ, ഏത് ശക്തികളാകട്ടെ, നിങ്ങൾ ചീത്ത പറഞ്ഞു പോകരുത്. നിങ്ങൾ എങ്ങാനും ചീത്ത പറഞ്ഞാൽ അറിവില്ലാതെ നിങ്ങൾ റബ്ബിനെയും അവർ ചീത്ത പറയും. അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കരുത് അവരുടെ ആരാധനാമൂർത്തികളെ.
എല്ലാ ദേവാലയങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഇസ്ലാമിൻ്റെ വിശാലമായ താല്പര്യമാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജൂതന്റെ ക്ഷേത്രമാകട്ടെ, ക്രിസ്ത്യാനികളുടെ ചർച്ചുകളാകട്ടെ, സിഖുകാരുടെ ദേവാലയങ്ങളാകട്ടെ, എല്ലാം സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് 40-ാമത്തെ ആയത്തിൽ ഇസ്ലാമിന്റെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ മന്ത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വലൗലാ ദഫഉല്ലാഹി الناس بعضهم ببعض لهدمت من صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. ചില മനുഷ്യരെ കൊണ്ട് അള്ളാഹു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്ത്യാനികളുടെ ചർച്ചുകളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന മസ്ജിദുകളും ഇവിടെ തകർക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിന്റെ ഒരു തർത്തീബാണത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഗ്യാൻ വ്യാപിയുടെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. അതുപോലെയുള്ള ഒരുപാട് മസ്ജിദുകൾ ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവിടങ്ങളിലെല്ലാം മസ്ജിദുകൾക്ക് വേണ്ടി, മുസ്ലിംകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് മുസ്ലിംകൾ മാത്രമല്ല എന്നുള്ള ഒരു ബോധമെങ്കിലും വിശ്വാസികളെ നമുക്ക് വേണം. പാർലമെന്റിൽ ശബ്ദിക്കുന്നത് നാമമാത്രമായ അങ്കുലി പരിമിതമായിട്ടുള്ള മുസ്ലിം പാർലമെന്റ് അംഗങ്ങൾ മാത്രമല്ല, പിന്നെയോ മുസ്ലിംകളല്ലാത്തവരും അതിലുണ്ട്. മതവിശ്വാസികളല്ലാത്ത പാർലമെന്റ് മെമ്പേറിയന്മാരും അതിലുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് കാരണമായപ്പോൾ ആ ബാബരി മസ്ജിദിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി ശബ്ദിച്ചത് മുസ്ലിംകൾ മാത്രമല്ല, കോടാനകോടി ഇന്ത്യയിലെ ജനങ്ങളായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഗ്യാൻ വ്യാപി മസ്ജിദ് ഇന്നും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മസ്ജിദുകൾ, അവിടെയെല്ലാം നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ന്യായത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് മുസ്ലിംകൾ മാത്രമല്ല, അമുസ്ലിംകളായിട്ടുള്ള ക്രൈസ്തവ, ഹൈന്ദവ, മതമില്ലാത്ത എത്രയോ സഹോദരങ്ങൾ പാർലമെന്റിലും അല്ലാത്ത ലോകതലങ്ങളിലും ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധമാണ് വിശ്വാസികളെ ഈ ആയത്തിൽ കൂടി അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ. അള്ളാഹു ചില മനുഷ്യരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു, ഒരുപാട് ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു, ഒരുപാട് സന്യാസി മഠങ്ങൾ, ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശ്വാസികളെ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. വർഗീയതയുടെയും അസഹോദരത്വത്തിൻ്റെയും മതമല്ല, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും. പറഞ്ഞുവല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ നായക്ക് വെള്ളം കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്, പാപങ്ങൾ പുറത്തു കൊടുത്തു ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ കാരണമായിട്ട്. അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റാ, മൃഗങ്ങൾക്കും പ്രതിഫലമോ റസൂലേ? ഒരു നായക്കാണല്ലോ വെള്ളം കൊടുത്തത്, അതിനും പ്രതിഫലം അല്ലാഹു നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫീ കുല്ലി കബദൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏതിനും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ തഹഖറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയിൽ ഒന്നിനെയും നീ നിസാരമായി കാണരുത്. അബീദർ റളിയല്ലാഹു അൻഹു, പ്രവാചകരുടെ വസിയ്യത്താണ്. അബീദർ, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയിൽ ഒന്നിനെയും നീ വെറുതെ നിസാരവൽക്കരിക്കരുത്. വഴിയിൽ നിന്നും ഒരു കല്ലിനെ എടുത്തു മാറ്റുന്നതിനെ പോലും നീ നിസാരവൽക്കരിക്കരുത്. എത്രത്തോളം പ്രവാചകൻ പറഞ്ഞു, വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വൽഖ്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും ധർമ്മമാണ്, നന്മയാണ് എന്ന് പഠിപ്പിച്ച ശുദ്ധ ദീനുൽ ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ കാരുണ്യം, അതാണ് ഇസ്ലാമിന്റെ ബഹുസ്വരത. ഇസ്ലാം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് സ്വഹീഹ് മുസ്നദ് അഹ്മദിൽ കാണാം, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ കാന കാഫിറ, അവൻ കാഫിറായിരുന്നാൽ പോലും. ആ പ്രയോഗം കൊണ്ടോ സഹോദരങ്ങളെ,
മർദ്ദിതന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻകാന കാഫിറ, അവൻ കാഫിറായിരുന്നാൽ പോലും ഫഇന്നഹു ലൈസ ദൂനഹാ ഹിജാബ്, അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യം പഠിപ്പിക്കുന്ന ഒരു ഖുതുബയാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുതുബ. നാം അറിയണം ഇസ്ലാമിന്റെ ബഹുസ്വരത, ഇസ്ലാമിന്റെ സ്നേഹം, കാരുണ്യം. മുസ്ലിംകളും അറിയണം, അല്ലാത്തവരും അറിയണം. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം സഹോദരങ്ങളെ. അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ വെറുപ്പോടുകൂടി പരിചയപ്പെടുത്തുന്ന സംഖ്യകളുടെ ആദർശമല്ല ഇസ്ലാം. ആ സംഘപരിവാരം പ്രചരിപ്പിക്കുന്നതല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ ശത്രുക്കൾ സോഷ്യൽ മീഡിയകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക എത്ര വെറുപ്പുൽപാദിപ്പിക്കുന്ന വാർത്തകളാണ് മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കുവാനുള്ള നാവാകണം വിശ്വാസികളെ നമ്മുടെ ഓരോരുത്തരുടെയും. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.